പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് പിക്സൽ LEDയുടെ തോരണം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതാണ്. പിക്സൽ LEDയുടെ തോരണം നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് 5 ഇഞ്ച് ഗ്യാപ്പുള്ള പിക്സൽ LED ആണ്. 600 ബൾബിൻ്റെ തോരണമാണ് ഞാനിവിടെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് 5 ഇഞ്ച് ഗ്യാപ്പുള്ള 12 സെറ്റ് പിക്സൽ LED ആണ് എനിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ബൾബ് തമ്മിലുള്ള ഗ്യാപ്പ് 5 ഇഞ്ച് ആയതുകൊണ്ടാണ് ഇതിനെ 5 ഇഞ്ച് പിക്സൽ LED എന്ന് പറയാനുള്ള കാരണം. ഇവിടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ മനസ്സിലാക്കണം. ചുമപ്പും വെള്ളയും വയർ 2 പുറത്തേക്ക് വരുന്ന ഈ ഒരു സൈഡാണ് പിക്സൽ LEDയുടെ സ്റ്റാർട്ടിങ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ 10 LED വീതം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഭാഗത്തിൻ്റെയും തുടക്കം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തോരണം നിർമ്മിക്കുമ്പോൾ ഈ തുടക്കം മേളി വരുന്ന രീതിയിൽ വേണം നമ്മളത് കെട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭാഗം നമുക്ക് തെറ്റി ഒരു മാല തിരിഞ്ഞു പോയാൽ നമുക്ക് അവിടുന്ന് അങ്ങോട്ടേക്ക് ഡേറ്റ പാസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വെച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിക്സൽ LED 10 LED വീതം മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രത്യേകം മാർക്ക് ചെയ്യണം. ഈ ഒരു പിക്സൽ സെറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ എണ്ണി തുടങ്ങുകയാണ്. 1 2 3 അങ്ങനെ നമ്മൾ 10 LED കഴിയുമ്പോൾ ഇവിടെ നടുക്ക് വെച്ചിട്ടാണ് നമ്മൾ മുറിക്കാനായിട്ട് പോകുന്നത്. ഈ 2 LEDയുടെയും നടുക്ക്. ഇത് 10ാമത്തെ LED ആണ്, ഇത് 11ാമത്തെ LED ആണ്. ഇത് മുറിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇതാണ് അടുത്ത തൂക്കിൻ്റെ തുടക്കം എന്നറിയാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഒരു മാർക്കിങ് കൊടുത്താൽ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടുന്ന അവസരത്തിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നു. വീണ്ടും ഞാൻ എണ്ണുകയാണ്. 1 2 3 അങ്ങനെ എവിടെ 10 LED വരുന്നുവോ അവിടെ വെച്ച് വീണ്ടും ഞാനിതിനെ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ സ്റ്റാർട്ടിങ് ഞാൻ മാർക്ക് ചെയ്യണം. എല്ലാം മാർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങും നമ്മൾ കെട്ടുന്നത് മുകളിലായിരിക്കും. മുകളിൽ വരുന്ന രീതിയിൽ സ്റ്റാർട്ടിങ് എല്ലാം മുകളിൽ വരുന്ന രീതിയിൽ കെട്ടിയാൽ മാത്രമേ നമുക്ക് പിക്സൽ തോരണം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പിക്സൽ LED കട്ട് ചെയ്ത് വെച്ച ശേഷം പിക്സൽ LED ഇങ്ങനെ വയറിലോട്ട് മടക്കിയ ശേഷം നമ്മൾ വയർ ടാഗ് വെച്ച് ഇതിനെ ടാഗ് ചെയ്യുകയാണ്. ഇത് സ്റ്റഡിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയർ ടാഗ് വെച്ച് ടാഗ് ചെയ്യുന്നത്. 100 mm വയർ ടാഗാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വയർ ടാഗ് വെച്ച് മുറുക്കി കഴിയുമ്പോൾ പിക്സൽ LED ഇങ്ങനെ താഴേക്ക് നിൽക്കും. അങ്ങനെ ഓരോ പിക്സൽ LEDയും നമ്മൾ താഴേക്ക് ഇങ്ങനെ പിടിച്ച ശേഷം വയർ ടാഗ് വെച്ച് ടാഗ് ചെയ്യണം. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് നിൽക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വയർ ടാഗ് 100 mm വയർ ടാഗ് നമുക്ക് പാക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇത് 1000 ടാഗുള്ള ഒരു പാക്കറ്റാണിത്. ഇത് വാങ്ങിയാൽ നമുക്ക് ധാരാളം ഒരു തോരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് പിക്സലിൻ്റെ തോരണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് തോരണത്തിൻ്റെ കൺട്രോളർ. നമുക്കിത് 1200 ബൾബിനും 600 ബൾബിനും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഡയഗ്രാം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. 10 LED ആണ് താഴേക്ക് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ കാണിച്ചു കഴിഞ്ഞു അത്. പിന്നെ Z മാതൃകയിലുള്ള കണക്ഷനാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്നത്. അതായത് താഴെ വരെ 10 ബൾബ്, അവിടെ നിന്ന് ഡേറ്റ മാത്രം എടുത്ത് അടുത്ത തൂക്കിൻ്റെ മുകളിലേക്ക് എത്തിക്കുക. വീണ്ടും 10 ബൾബ് താഴേക്ക് വരും, ഡേറ്റ മാത്രം മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ 60 തൂക്കിടുമ്പോൾ 1060ൻ്റെ കൺട്രോളർ നമ്മൾ ഉപയോഗിക്കണം. 120 തൂക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 10 120ൻ്റെ കൺട്രോളർ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി തോരണം തയ്യാറാക്കിയിരിക്കുന്നത് 1060ൻ്റെ തോരണമാണ്. അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1060ൻ്റെ കൺട്രോളറാണ്. കൺട്രോളറിൻ്റെ ഈ ചുമപ്പ് വയറിലാണ് DC 5 വോൾട്ട് നമ്മൾ കൊടുക്കുന്നത്. പ്ലസ് ഈ കറുപ്പ് വയറിൽ നമ്മൾ DC നെഗറ്റീവ് കൊടുക്കും നമ്മൾ. അതിനുശേഷം നമുക്ക് പിക്സലിലേക്ക് വേണ്ട ഡേറ്റ ലഭിക്കുന്നത് ഈ ഒരു പച്ച വയറിലാണ്. ഈ കൺട്രോളറിനുള്ളിലുള്ള ICയിലാണ് നമുക്ക് തോരണത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇത് പിക്സൽ LED-യുടെ തോരണം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ ആണ്. 600 ബൾബിനുള്ള പവർ സപ്ലൈ ആണിത്. 5 വോൾട്ട് 40 ആംപിയർ ആണിത്. ഇവിടെ നമുക്ക് ലൈന് ന്യൂട്രൽ കൊടുക്കാനുള്ള പോർട്ടുകൾ കാണാനായിട്ട് കഴിയും. പ്ലസും മൈനസും അവിടെ നട്ടിലുണ്ട്. അവിടെ നമുക്ക് രേഖപ്പെടുത്തലിൽ നിന്ന് പ്ലസും മൈനസും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ LED വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് ആയതുകൊണ്ടാണ് നമ്മൾ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. ഈ ഒരു അഡാപ്റ്റർ ചെയ്യുന്നത് 230 വോൾട്ട് AC-യെ 5 വോൾട്ട് DC ആക്കി മാറ്റുക എന്നതാണ് ചെയ്യുന്നത്. പിക്സൽ LED-യുടെ തോരണം ഉണ്ടാക്കാൻ വേണ്ടി അടുത്തതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വയറുകളാണ്. നമുക്ക് പവർ കൊടുക്കാൻ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 സ്ക്വയറിൻ്റെ വയറും ഡേറ്റ ലൂപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹൂക്കപ്പ് വയറുമാണ്. ഡേറ്റയ്ക്ക് വേണ്ടിയും നമുക്ക് 1 സ്ക്വയർ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേങ്കിൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹൂക്കപ്പ് വയർ ഡേറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള കാരണം. പക്ഷേ പവറിന് വേണ്ടി നമ്മൾ ഒരിക്കലും ഹൂക്കപ്പ് വയർ ഉപയോഗിക്കാൻ പാടില്ല. കാരണം 1 സ്ക്വയർ വയർ മാത്രമേ ഇത്രയും ബൾബുകൾക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷിയുള്ളൂ. നമ്മൾ ഹുക്കപ്പ് വയർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിക്കറിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 സ്ക്വയർ വയർ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. ഡേറ്റ ലൂപ്പ് ചെയ്യാൻ വേണ്ടി 1 സ്ക്വയർ വയർ ആവശ്യമില്ല. നമുക്ക് ഹുക്കപ്പ് വയർ ഉപയോഗിച്ചും ഡേറ്റ കൊടുക്കാനായിട്ട് സാധിക്കും. തോരണം നിർമ്മിക്കാൻ വേണ്ട ഭാഗങ്ങളിലൊന്നാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കയറ്. പ്ലാസ്റ്റിക്കിൻ്റെ ഈ കയറിലാണ് നമ്മൾ LED-യുടെ ഓരോ തൂക്കും കെട്ടി താഴേക്ക് ഇടുന്നത്. ഇത് നമുക്ക് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ കയറാവുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് പിടിച്ച് കെട്ടാനും സാധിക്കും. പിക്സൽ LED-യുടെ തോരണം നിർമ്മിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ വേണ്ടുന്നത് നേരത്തെ കാണിച്ച പ്ലാസ്റ്റിക്കിൻ്റെ കയറ് നല്ല വലിച്ച് കെട്ടുക എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വലിച്ച് കെട്ടിയ ശേഷം നമ്മൾ 1/2 അടി ഗ്യാപ്പ് മാർക്ക് ചെയ്യുക. 1/2 അടി ഗ്യാപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഈ 1/2 അടി ഗ്യാപ്പിലാണ് നമ്മൾ പിക്സലിൻ്റെ മാല ഇടാനായിട്ട് പോകുന്നത്. ഒരു മാലയിൽ 10 ബൾബാണ് ഉണ്ടാകുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. 10 ബൾബ് വീതമാണ് നമ്മൾ മുറിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാലയിൽ 10 ബൾബാണ്. അതുപോലെ 60 മാലയാണ് നമ്മളിവിടെ ഇടാൻ പോകുന്നത്. 10 ബൾബ് വീതമുള്ള 60 മാലയാണ് നമ്മളിവിടെ പിക്സലിൻ്റെ തോരണത്തിനകത്ത് ഇടാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മാല കയറിനകത്ത് ടാഗ് ചെയ്ത് ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മാല കയറിൽ ടാഗ് ചെയ്ത് ഉറപ്പിക്കുന്നു. മൂന്നാമത്തെ മാല ടാഗ് ചെയ്ത് ഉറപ്പിക്കുന്നു. അങ്ങനെ 60 മാല 10 ബൾബ് വീതം താഴേക്കുള്ള 60 മാലയും നമ്മൾ കയറിനകത്തേക്ക് ടാഗ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമപ്പ് കറുപ്പ് വയർ 1 സ്ക്വയറിൻ്റെ വയറാണ്. LED-ക്ക് വേണ്ടുന്ന +5 വോൾട്ടും ഗ്രൗണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കറുപ്പും ചുമപ്പും വയർ ഈ ഒരു കയറിനകത്തൂടെ നമ്മൾ ടാഗ് അടിച്ച് ഓട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാല വീതം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബൾബ് എങ്ങനെയാണ് ടാഗ് ചെയ്യുന്നതെന്ന്. ബൾബ് ടാഗ് ചെയ്ത ഓരോ തൂക്കും ഇവിടെ വെച്ചതിന് ശേഷം ഈ ചുമപ്പ് വയർ കുറച്ച് ഇൻസുലേഷൻ കളഞ്ഞിട്ട് LED-യുടെ ചുമപ്പ് വയർ അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു. കറുപ്പ് വയർ ഇൻസുലേഷൻ കളഞ്ഞിട്ട് നമ്മൾ LED-യുടെ നെഗറ്റീവ് അതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാ മാലയുടെയും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചുമപ്പ് വയർ ഇവിടെ ചുവപ്പിലേക്കും വെള്ള വയർ കറുപ്പിലേക്കും കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കൺട്രോളറിൻ്റെ കണക്ഷനാണ്. നേരത്തെ കാണിച്ചു തന്ന തോരണത്തിൻ്റെ കൺട്രോളറാണിത്. ഇവിടെയുള്ള ചുമപ്പ് വയറിൽ നിന്ന് നമ്മൾ തോരണത്തിൻ്റെ പ്ലസിലേക്ക് പവർ കൊടുത്തിരിക്കുന്നു. കറുപ്പിൽ നിന്ന് മൈനസിലേക്ക് പവർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡേറ്റയാണ് പച്ച വയർ. ഇവിടെ പച്ച വയർ ഇവിടെ 2 വയർ ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല 2 വയർ ഉപയോഗിക്കണമെന്ന്. ഇത് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു കണക്ടറിനകത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചയ്ക്കകത്ത് മാത്രമാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് ഈ പച്ച വഴി ഇതിന് ഡേറ്റ കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു മാല വർക്ക് ചെയ്യുകയും ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിവശത്ത് ഞാനത് തുറന്ന് കാണിക്കാം നിങ്ങളെ. തുറന്ന് കഴിയുമ്പോൾ ഇവിടെ ഇത് പിക്സൽ തോരണത്തിൻ്റെ ഫസ്റ്റ് മാലയാണ്. ഇത് 10ാമത്തെ ബൾബാണ്. 10ാമത്തെ ബൾബിൽ നിന്ന് ഇറങ്ങുന്ന ഡേറ്റ ഒരു വയറിനകത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ വയർ നമ്മൾ വൃത്തികേടില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് ടാഗിലൂടെ മുകളിലെത്തിച്ച ശേഷം അടുത്ത മാലയ്ക്ക് ഡേറ്റ ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ വയർ മുകളിൽ കൊണ്ടുവന്നാണ്
നമ്മൾ ഈ രണ്ടാമത്തെ മാലയ്ക്ക് ഡേറ്റ ലഭിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ മാലയുടെ എൻഡാണിത്. ഈ ഒരു മാലയുടെ പച്ച വയറിൽ നിന്ന് എക്സ്ട്രാ ഒരു വയറ് മുകളിലേക്ക് കൊണ്ടുവന്ന ശേഷം ഈ മാലയ്ക്ക് ഡേറ്റ ലഭിക്കുന്നു. അതായത് ഇവിടെയുള്ള ഈ വയറ് ഞാനിവിടെ വിടിയിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള മാലകളൊക്കെ സ്റ്റില്ലാവും. ഓക്കെ, കാരണം ഈ മാലയുടെ എൻഡിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡേറ്റ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് ഇത് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫുള്ള് തോരണം എവിടം വരെ ഉണ്ടോ അത്രയും ദൂരത്തേക്ക് നമ്മൾ ഇതിൻ്റെ എൻഡിൽ നിന്ന് വയറെടുക്കണം. അത് മുകളിൽ കൊണ്ടുവന്ന് അടുത്ത മാലയുടെ മുകളിൽ കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ മെത്തേഡ്. ഈ ഒരു കൺട്രോളറിനകത്ത് ആ ഒരു കണക്ഷൻ മെത്തേഡ് നമ്മൾ പടമായിട്ട് തന്നിട്ടുണ്ട്. അവിടെ താഴേക്ക് 10 ബൾബാണ്, താഴ്ന്ന വയറാണ് മുകളിൽ വന്ന് കണക്റ്റ് ആവുന്നത്. അതുതന്നെയാണ് നമ്മൾ തോരണത്തിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തോരണം വർക്കാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാല നമ്മൾ കെട്ടുന്ന വഴിയിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, ഇത് എൻഡാണ്, പക്ഷെ നമ്മൾ അറിയാതെ ഈ എൻഡാണ് മുകളിൽ കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ വന്ന് കണക്റ്റ് ആവുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒന്നും വർക്കാവില്ല. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മാലയുടെയും സ്റ്റാർട്ടിങ് തുടക്കം മുകളിൽ വരുന്ന രീതിയിൽ വേണം ഈ ഒരു തോരണം നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് പിക്സൽ തോരണത്തിൻ്റെ വയറിങ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചുമപ്പ് കറുപ്പ് വയർ ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാമാണ് ഓരോ മാലയ്ക്കും നമ്മൾ പവർ കൊടുത്തിരിക്കുന്നത്. ഓരോ മാലയുടെ എൻഡിൽ നിന്നും നമ്മൾ ഡേറ്റ എടുത്ത് തൊട്ടടുത്ത മാലയുടെ മുകളിലേക്ക് നൽകിയിരിക്കുന്നു. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പിക്സൽ തോരണത്തിൻ്റെ പവർ സപ്ലൈ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ്. പിക്സലിൻ്റെ ഓരോ മാലയും തിരിയാതെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പവർ സപ്ലൈ സെറ്റ് ചെയ്യുന്നതും. പിക്സലിൻ്റെ തോരണം 600 ബൾബിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. 10 ബൾബ് വീതമുള്ള 60 തൂക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ പകുതി, അതായത് 30ാമത്തെ മാലയുടെ അവിടെയാണ് പവർ സപ്ലൈ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അങ്ങോട്ട് 30 മാല ഇവിടെ ഉണ്ട്, പക്ഷേങ്കിൽ ഇവിടെ സ്ഥലപരിമിതി പോലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിലൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചുമപ്പ് കറുപ്പ് വയറ് ഇവിടെ പവർ സപ്ലൈയിൽ വന്ന് കയറുന്നത് പ്ലസ്സിലും മൈനസിലുമാണ്. അതുപോലെ തന്നെ പിക്സലിൻ്റെ അടുത്ത പകുതിയായിട്ടുള്ള 30ൻ്റെ പ്ലസ് മൈനസ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇത് ഞാൻ കറണ്ടിലേക്ക് പ്ലസ്സിലേക്ക് മൈനസിലേക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അതായത് ഈ ഒരു സപ്ലൈ നമ്മൾ ഒരു എൻഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരറ്റത്തുള്ള പിക്സൽ കളർ ചേഞ്ച് ആയിട്ടും ഫ്ലിക്കറിങ്ങുമായിട്ടുള്ള വർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേങ്കിൽ ഈ ഒരു പവർ സപ്ലൈ നമ്മൾ 30ാമത്തെ തൂക്കിൻ്റെ അവിടെ, ആകെ 60 തൂക്കുള്ള ഒരു തോരണത്തിൻ്റെ 30ാമത്തെ തൂക്കിൻ്റെ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വലായിട്ടുള്ള പവർ എല്ലാ മാലയ്ക്കും ലഭിക്കുകയും എല്ലാം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ത്രൂ ഔട്ടായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന കറുപ്പ് ചുമപ്പ് വയറുകൾ നടുക്ക് വെച്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് ഇടത്തേക്കും വലത്തേക്കുമാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. അപ്പം ഇടത്തെ പകുതിയുടെ പ്ലസ് മൈനസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വലത്തെ പകുതിയുടെ പ്ലസ് മൈനസാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ മുഴുവനായും വർക്ക് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് നമ്മളുടെ ഈ ഒരു പവർ സപ്ലൈയിൽ 2 പ്ലസ് നമ്മൾ നൽകണം, 2 മൈനസും നമ്മൾ നൽകണം. അപ്പോഴാണിത് കൃത്യമായിട്ട് ഇടത്തെ ഭാഗവും വലത്തെ ഭാഗവും തുല്യമായ പവർ ലഭിച്ച് ഇത് കൃത്യതയോടുകൂടി വർക്കാവുകയുള്ളൂ. ഇവിടെ നമ്മൾ ഈ ഒരു പവർ സപ്ലൈ വർക്കാവാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ന്യൂട്രൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിക്സൽ LED ലെഫ്റ്റ് പാർട്ട് മാത്രമായിരുന്നു ഇതുവരെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. റൈറ്റ് പാർട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. പവർ സപ്ലൈ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മിഡിൽ പോർഷനിലാണ്. നമ്മൾ ലെഫ്റ്റിലേക്കുള്ള പ്ലസും മൈനസും കൊടുത്തപ്പോഴാണ് ഇതുവരെയുള്ള വർക്കിംഗ് കണ്ടത്. നമ്മളിനി റൈറ്റ് സൈഡിലേക്കുള്ള പ്ലസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. നമ്മൾ മൈനസ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും നല്ല ബ്രൈറ്റ്നസ്സിൽ തന്നെ കത്തുന്നത് നമുക്ക് കാണാനായിട്ടും ഡിസൈൻ വരുന്നത് കാണാനായിട്ടും സാധിക്കും. ഈ ഒരു മെത്തേഡിൽ പവർ സപ്ലൈ നടുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഒരു ഫ്ലിക്കറിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ്സിന് കുറവോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പിക്സലിൻ്റെ തോരണം നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും പിക്സൽ തോരണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, അതിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. പിക്സൽ തോരണം നിർമ്മിക്കാൻ ആവശ്യമായ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശം അയച്ചാൽ നിങ്ങളെ തിരിച്ച് വിളിച്ച ശേഷം നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ അയച്ചു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോ ഇടാനൊരു പ്രചോദനം ലഭിക്കുകയുള്ളൂ. ഇതുപോലെ ഗുണപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുമുള്ളൂ. അടുത്ത ഒരു വീഡിയോവുമായിട്ട് കാണുന്നവരെ എല്ലാവരോടും നമസ്കാരം.